കൊല്ലം നഗരത്തിൽ നിന്ന് ഏകദേശം 8 കിലോമീറ്റർ വടക്കായി അഷ്ടമുടിക്കായൽ അറബിക്കടലുമായി ചേരുന്ന അഴിമുഖത്തിന് സമീപത്താണ് ഈ ഹാർബർ സ്ഥിതി ചെയ്യുന്നത്. നീണ്ടകര ഹാർബറിനൊപ്പം ചേർന്ന് കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖങ്ങളിൽ ഒന്നാണിത്. പ്രധാന സവിശേഷതകൾ: അന്താരാഷ്ട്ര നിലവാരം. ശക്തികുളങ്ങര ഹാർബർ ആധുനിക സൗകര്യങ്ങളോടെയാണ് പ്രവർത്തിക്കുന്നത്. ആഴക്കടൽ മത്സ്യബന്ധനത്തിനായി ഉപയോഗിക്കുന്ന ട്രോളിംഗ് ബോട്ടുകളാണ് ഇവിടെ കൂടുതലായി എത്തുന്നത്. വലിയ ബോട്ടുകൾക്ക് സുഗമമായി നങ്കൂരമിടാനും മത്സ്യമിറക്കാനും ആവശ്യമായ സൗകര്യങ്ങൾ ഇവിടെയുണ്ട്. വലിയ മത്സ്യവിപണന കേന്ദ്രം. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യവിപണന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ശക്തികുളങ്ങര. ഇവിടെ ദിവസവും കോടിക്കണക്കിന് രൂപയുടെ മത്സ്യവ്യാപാരം നടക്കുന്നു. മത്സ്യത്തൊഴിലാളികൾ പിടിച്ചുകൊണ്ടുവരുന്ന മത്സ്യങ്ങൾ ലേലം ചെയ്ത് മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വിദേശ രാജ്യങ്ങളിലേക്കും ഇവിടെ നിന്ന് കയറ്റി അയക്കുന്നു. ഇൻഡോ നോർവീജിയൻ പദ്ധതിയുടെ പങ്ക്. 1953-ൽ ഇന്ത്യയും നോർവേയും ചേർന്ന് ആരംഭിച്ച ഇൻഡോ നോർവീജിയൻ പദ്ധതിയുടെ ഭാഗമായി ഈ പ്രദേശത്ത് വലിയ വികസനങ്ങൾ നടന്നിട്ടുണ്ട്. യന്ത്രവത്കൃത ബോട്ടുകൾ ആദ്യമായി അവതരിപ്പിക്കപ്പെട്ടത് ഈ മേഖലയിലാണ്. ഈ പദ്ധതി മത്സ്യത്തൊഴിലാളികളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിൽ വലിയ പങ്കുവഹിച്ചു. വലിയ മത്സ്യബന്ധന സമൂഹം. ശക്തികുളങ്ങരയിലും സമീപ പ്രദേശങ്ങളിലും ധാരാളം മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. നേരിട്ടുമല്ലാതെയും ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നൽകുന്ന ഒരു പ്രധാന സാമ്പത്തിക സ്രോതസ്സാണ് ഈ ഹാർബർ. മത്സ്യബന്ധനം, മത്സ്യവ്യാപാരം, കയറ്റുമതി, അനുബന്ധ വ്യവസായങ്ങൾ എന്നിവയെല്ലാം ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. അടിസ്ഥാന സൗകര്യങ്ങൾ. മത്സ്യബന്ധന പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിനായി എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഇവിടെയുണ്ട്. മത്സ്യബന്ധന ബോട്ടുകൾക്ക് ഇന്ധനം നിറയ്ക്കാനുള്ള ബങ്കുകൾ, ഐസ് പ്ലാന്റുകൾ, മത്സ്യത്തൊഴിലാളികൾക്ക് വിശ്രമിക്കാനുള്ള ഷെൽട്ടറുകൾ, വല നന്നാക്കുന്നതിനുള്ള സ്ഥലങ്ങൾ എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ്. പുലർച്ചെ മുതൽ രാത്രി വരെ സജീവമായിരിക്കുന്ന ഈ ഹാർബർ കൊല്ലം ജില്ലയുടെ സാമ്പത്തിക രംഗത്ത് വലിയ പ്രാധാന്യമുള്ള ഒരു പ്രദേശമാണ്.